പ്ലേറ്റോ 4 പ്രാന്തിനെക്കുറിച്ച് ഇപ്രകാരം പരാമർശിക്കുന്നുണ്ട്. 1 കവിയുടെ പ്രാന്ത്, 2 പ്രവാചകന്റെ പ്രാന്ത്, 3 മിസ്റ്റിക്കിന്റെ പ്രാന്ത്, 4 സ്നേഹത്തിന്റെ പ്രാന്ത്. ഇതിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രാന്ത്. കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് ബന്ധങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ യുവക്കന്മാർ പ്രാന്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. ഭാര്യ ഭർത്താക്കന്മാർ പ്രാന്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. അധ്യാപകർ ശിഷ്യന്മാർ അവരും സ്നേഹം ഒരു പ്രാന്തായി കരുതുന്നവരാണ്. എന്നാൽ ഇതിനപ്പുറമായി ദൈവത്തോടുള്ള സ്നേഹമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഈ മേൽ പറഞ്ഞ സ്നേഹമെല്ലാം ഭൗതിക തലത്തിൽ, ലൗകിക തലത്തിൽ താൽക്കാലികമായി നിലനിൽക്കുന്നതാണ്. ദൈവത്തോടുള്ള എൻ്റെ പ്രാന്താണ് നിലനിൽക്കുന്നത്. വേദോസ്തം വായിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ നമ്മുടെ മുമ്പിൽ വലിയ ഉദാഹരണമായിട്ട് എപ്പോഴാണോ കർത്താവുമായിട്ട് പരിചയപ്പെടുവാനും ബന്ധപ്പെടാനും സാധിച്ചത്, ആ നിമിഷം മുതൽ യേശു കർത്താവിനോടുള്ള സ്നേഹം അവർക്ക് പ്രാന്തായി മാറി. ഒരു തലയിൽ, ഒരു ബുദ്ധിയിൽ, ഒരു ആലോചനയിൽ, ഒരു ഹൃദയത്തിൽ ഈ നസ്രത്തുകാരൻ സ്ഥാനം പിടിച്ചു. അതുകൊണ്ടാണ് ക്രൂശ് കഴിഞ്ഞിട്ട് കല്ലറയിൽ വരെ ഈ സ്നേഹത്തിന്റെ പ്രാന്ത് യേശു കർത്താവിന്റെ പിന്നാലെ നിഗമിച്ചു. ഈ നീണ്ടകാലം കർത്താവിനുള്ള സ്നേഹം നമുക്ക് പ്രാന്തായി മാറാം. നമ്മുടെ ചിന്തയിലും, നമ്മുടെ സംസാരത്തിലും, നമ്മുടെ നടപ്പിലും എല്ലാം ഈ ഒരു സ്നേഹത്തിന്റെ പ്രാന്ത് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക. നീണ്ടകാലം കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ എൻ്റെ സ്നേഹത്തിന്റെ പ്രാന്തായി സ്വീകരിക്കുവാൻ ഇടയായി തീരണം. അതിന് ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകയായി നിൽക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ദൈവം സ്നേഹമാണ്. സ്നേഹത്തിന് ഒറ്റ നിർവചനമേ ഉള്ളൂ, ദൈവമാണ്. മനുഷ്യന് സ്നേഹം പോലെ ആകാനേ പറ്റും. ഈ മേൽ പറഞ്ഞ ബന്ധങ്ങളെല്ലാം സ്നേഹം പോലെ അഭിനയിക്കുന്ന ബന്ധങ്ങൾ ദൈവത്തിൻ്റെതാണ്. ശാശ്വതമായ നിത്യമായ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നമുക്കും ഇന്ന് കാലം പ്രവേശിക്കും.